ജീനിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്ക്. ഒരു ജീൻ എന്താ ചിന്തിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീൻ എന്താ ചിന്തിക്കുന്നത്? അതിന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, അതിന് അടുത്ത ജനറേഷനിൽ പോകണം, അല്ലെങ്കിൽ എന്തുണ്ടാവും? അത് തീർന്നു പോകും, അത് എക്സ്റ്റെൻഡ് ആയി, അത് മരിച്ചുപോയി. അപ്പൊ ആ ജീനിന് മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റീപ്രൊഡക്ഷൻ, മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ജീനിന്റെ ഇതിൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനുണ്ടായാൽ മാത്രം പോരാ, അതിന്റെ കോപ്പി പിന്നെയും പകർത്തണം. അതായത് നമുക്ക് കുട്ടികൾ ഉണ്ടാവണം, ആ കുട്ടികൾക്ക് പിന്നെയും കുട്ടികൾ ഉണ്ടാവണം. കാരണം ഈ ജീനിന്റെ ആഗ്രഹം മൾട്ടിപ്ലൈ ചെയ്യില്ല. ഫോട്ടോ കോപ്പി എടുക്കണ പോലെയാ, ഒരു പേപ്പറിന് കുറെ ഫോട്ടോ കോപ്പി എടുക്കണം, അതുപോലെയാണ് ജീൻ. അപ്പൊ നമ്പർ കൂടുമ്പോൾ ജീൻ ഹാപ്പി, അതിന്റെ ക്വാളിറ്റി ഒന്നും അവർ നോക്കില്ല. പിന്നെ കുട്ടികൾ ഉണ്ടാവണവർക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അവര് റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മളുടെ ബിഹേവിയറും നമ്മൾ ജീവിക്കുന്ന രീതിയും എല്ലാം ഇതിന് ബേസ് ചെയ്താണ് കുറെ കാര്യങ്ങൾ. നമ്മളത് മനസ്സിലാക്കുന്നത്